ഗർഭിണികളായ 2% സ്ത്രീകളിലും പ്രകടമായ ഹൃദ്രോഗമുണ്ട്. ഇത് മാതാവിന്റെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യസ്ഥിതിക്ക് ഭീഷണിയാകാറുണ്ട്. ഹൃദ്രോഗമുള്ള സ്ത്രീകളിൽ സമുചിതമായ ചികിത്സയിലൂടെയും പരിചരണത്തിലൂടെയും വലിയ പ്രശ്നങ്ങൾ കൂടാതെ പ്രസവം നടത്താം. പലപ്പോഴും കണ്ടുപിടിക്കപ്പെടാത്ത ഹൃദ്രോഗം ഗർഭാവസ്ഥയോടെയാണ് സ്ത്രീകളിൽ പ്രകടമാകുന്നത്. ഹൃദ്രോഗികളായ ഗർഭിണികളുടെ മരണം പോലും സംഭവിക്കുന്നത് കൃത്യമായ പരിചരണവും ചികിത്സയും ലഭിക്കാത്തത് മൂലമാണ്. ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്ത്രീകളിലും കൗൺസിലിംഗിലൂടെയും പരിശോധനയിലൂടെയും ഹൃദ്രോഗ സാധ്യത കണ്ടുപിടിക്കേണ്ടതാണ്. ഗർഭിണികളിലെ ഹൃദ്രോഗം എന്നതാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഗർഭിണികളിലെ ഹൃദ്രോഗ സാധ്യതയെക്കുറിച്ചാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി കൊച്ചി ലൂർദ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ജോർജ് തയ്യിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക്. പൊതുവെയുള്ളൊരു സംശയമാണ്, ഗർഭിണികൾക്ക് ഹൃദ്രോഗം വരുമോ, അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹൃദ്രോഗ സാധ്യത പിന്നീട് ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഇത്തരത്തിൽ വിവാഹ ജീവിതത്തെ എങ്ങനെയെങ്കിലും ഹൃദ്രോഗമുള്ളവരിൽ ബാധിക്കുമോ? ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതായത് ഹൃദ്രോഗമുണ്ടെന്ന് അറിവുള്ള സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ, ഹൃദ്രോഗമുണ്ടെന്ന് അറിയാതെ ഗർഭിണികളാകുമ്പോൾ, ഈ രണ്ട് സാഹചര്യത്തിലാണ് ഗൈനക്കോളജിസ്റ്റിൻ്റെ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഗർഭാവസ്ഥയിലേക്ക് വന്ന ആ സ്ത്രീ ഹൃദ്രോഗ വിദഗ്ധൻ്റെ അടുത്ത് വരികയാണ് ചികിത്സകൾക്കായി. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രശ്നം, ഹൃദ്രോഗാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ അതേപ്പറ്റി നല്ല ഒരു അവബോധം ഇല്ലാതെ ഗർഭം ധരിച്ച് പിന്നെ ഗർഭാവസ്ഥയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ഹൃദ്രോഗവും മറ്റും പ്രശ്നമായി മാരകമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും നാം എല്ലാവരും എപ്പോഴും പറയാറ്, അതായത് കൃത്യമായ പരിശോധനയ്ക്കും കൗൺസിലിങ്ങിനും ശേഷമാണ് വാസ്തവത്തിൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കുവാനുള്ള തയ്യാറെടുപ്പ് എടുക്കേണ്ടത് തന്നെ. കാരണം ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഒരു കൗൺസിലിങ്ങും ആ ഒരു പരിശോധനകളും കൂടാതെ തന്നെ മറ്റെന്ത് അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റുകളെ കണ്ടിട്ട് അതിന് അനുസൃതമായ പരിശോധനകൾ നടത്തി, പ്രത്യേകിച്ച് ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. പലപ്പോഴും ആർക്കും ഹൃദ്രോഗമുണ്ടെന്ന് അറിയാതെ തന്നെ ഗർഭം ധരിച്ച് ഏതാണ്ട് 3-4 മാസമാകുമ്പോഴാണ് വാൽവുകൾക്കൊക്കെ അപജയമുള്ള സ്ത്രീകൾ ആ ഒരു അവസ്ഥ ഒരു തികച്ചും ഭീഷണമായ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് മാറിയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഗർഭമാണെങ്കിൽ ഏതാണ്ട് ഒരു 3-4 മാസം പിന്നിട്ട് കഴിഞ്ഞാൽ പല ചികിത്സകളും ചെയ്യുവാൻ അപ്രാപ്യമാവുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണെന്നാണ് എപ്പോഴും നമ്മൾ നിഷ്കർഷിക്കുന്നത്, ഗർഭം ധരിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ തീർച്ചയായിട്ടും മറ്റ് അനുബന്ധ രോഗങ്ങളുണ്ടോ എന്നും സമുചിതമായ പരിശോധനയ്ക്ക് ശേഷം ആ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കണമെന്ന് പറയുന്നത്. കാരണം ഇന്ന് ഏതാണ്ട് ഗർഭിണികളാകുന്ന സ്ത്രീകളിൽ 2% കൂടുതൽ ആൾക്കാർക്കും അടിസ്ഥാനപരമായി ഹൃദ്രോഗമുണ്ടെന്ന് തെളിഞ്ഞിട്ടുള്ളവരാണ്. ജന്മജാത ഹൃദ്രോഗങ്ങൾ, വാതപ്പനി മൂലം, റൊമാറ്റിക് ഫീവർ മൂലം ആർജിതമായ വാൽവുകളുടെ അപജയമുള്ള ഹൃദ്രോഗങ്ങൾ, മറ്റ് ഹൃദയ പേശികളുടെ സങ്കോചന ക്ഷമതയ്ക്കുണ്ടാകുന്ന വീഴ്ച കാരണം, ശേഷിക്കുറവ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള നാനാവിധത്തിലുള്ള രോഗങ്ങൾ പലപ്പോഴും സമുചിതമായി പരിശോധനയ്ക്ക് വിധേയമാകാതെ, ചികിത്സയ്ക്ക് വിധേയമാകാതെ ഇരുന്നിട്ട് ഗർഭാവസ്ഥയിലെത്തുമ്പോൾ വളരെയധികം ഒരു സന്നിഗ്ധാവസ്ഥയിലേക്ക് പോവുകയാണ് രോഗിയും, അതായത് ഈ ഗർഭിണിയായ സ്ത്രീയും, ഒപ്പം ഗൈനക്കോളജിസ്റ്റും മറ്റ് ഡോക്ടർമാരും. കാര്യം നമുക്ക് ഗർഭത്തിൻ്റെ ആ ഒരു ഘട്ടം, ഒരു പ്രത്യേക സ്ഥിതി പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റില്ല. അത് അമ്മയുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അടിയന്തരമായ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ അമ്മയുടെ ആരോഗ്യത്തിന് അങ്ങേയറ്റം ഭീഷണമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ ഗർഭം അലസിക്കുന്ന, ഗർഭചിത്രത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വരെ ഡോക്ടർമാർ പറയാറുണ്ട്. ഇത് നിയമാനുസൃതമായിട്ട് അനുവദനീയമായ കാര്യവുമാണ്. അതായത് അമ്മയുടെ
ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ, ഭീഷണമായ രീതിയിൽ ഗർഭം പുരോഗമിപ്പിക്കുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് വളരെ ഗുരുതരമായ ഹൃദ്രോഗവും മറ്റു രോഗങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ആരോഗ്യം രക്ഷിക്കുവാൻ വേണ്ടി ഗർഭചിത്രം വരെ നിയമപരമായിട്ട് അനുവദനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് നാം തീർച്ചയായിട്ടും ഗർഭാവസ്ഥയിലേക്ക് ധരിക്കുവാനായി തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ സമുചിതമായ പരിശോധനകളും അതിനനുസൃതമായ ചികിത്സകളും ഗർഭം ധരിക്കുന്നതിന് മുമ്പേ ചെയ്യണമെന്ന് പറയുന്നു, പ്രത്യേകിച്ച് പലപ്പോഴും ഹൃദയവാൽവുകളുടെ കാര്യത്തിലൊക്കെ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. തീർച്ചയായും. ഹലോ ഹലോ, ചോദിച്ചോളൂ. ഞാൻ MBR കഴിഞ്ഞ ഒരു രോഗിയാണ്. 10 വർഷമായി. ഒന്നുകൂടെ എന്ത്? MBR കഴിഞ്ഞ MBR. ഓക്കെ, ഗുഡ്. 10 വർഷമായി. ഓക്കെ. എനിക്ക് ഇപ്പം ഗർഭിണിയാവാൻ പറ്റുമോന്ന് അറിയാനാ. ഇപ്പൊ എത്ര വയസ്സ്? ഇപ്പൊ 28 വയസ്സ്. 28. MBR ഏത് വാൽവെന്നറിയാം? ടിഷ്യൂ ആണോ മെറ്റാലിക് ആണോ? ചിത്ര വാൽവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുവരെ കുട്ടി ഉണ്ടായിട്ടില്ല. ഒരു കൊച്ചുണ്ട്, 9 വയസ്സായി. നമുക്ക് ഇതിനകത്തുള്ള ഇതിനു വേണ്ടി എന്തെങ്കിലും മരുന്നുകൾ ഇപ്പൊ കഴിക്കുന്നുണ്ടോ? ഇപ്പം അസിട്രം 4ഉം പെൻഡിക്സും ഉണ്ട്. ഈ അസിത്രോം എന്ന മരുന്നിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ രക്തം നേർപ്പിക്കുന്ന ഒരു മരുന്നാണെന്ന് ഓർക്കണം. ഈ വാൽവ് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു വാൽവ് വെച്ച് കഴിയുമ്പോൾ തന്നെ അതൊരു ഫോറിൻ ബോഡി ആകുകയാണ്. അപ്പോൾ ആ ഫോറിൻ ബോഡി തീർച്ചയായിട്ടും നമ്മുടെ രക്തസഞ്ചാര പഥത്തിൽ പല തരത്തിലുള്ള പരിവർത്തനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. രക്തക്കട്ട പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കൂടി ആ രക്തക്കട്ടകൾ ഒരുപക്ഷെ ആ വാൽവിൻ്റെ പ്രവർത്തനത്തെ തന്നെ പ്രയാസകരമാക്കാം. അതുപോലെ തന്നെ ആ രക്തക്കട്ടകൾ ഒരുപക്ഷെ ബ്രെയിനിലേക്കൊക്കെ പോയി സ്ട്രോക്കും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നാം കൃത്യ കാലയളവിൽ രക്തം നേർപ്പിക്കുന്ന സവിശേഷ തരം ഗുളികകൾ സേവിക്കാറുണ്ട്. അതിലൊന്നാണ് ഈ ആസിട്രോം. അപ്പോൾ ചിത്ര വാൽവ് ഏത് മൈട്രൽ ആണോ അയോട്ടിക് ആണോ? മൈട്രൽ വാൽവ് ആയിരിക്കുമല്ലോ അല്ലേ? അതറിയില്ല, ഏത് ഭാഗത്താണെന്ന് അറിയില്ല. ഓക്കെ. MBR എന്ന് പറയുമ്പോൾ MBR എന്ന് പറഞ്ഞില്ല, അപ്പോൾ മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും രക്തക്കട്ട ഉണ്ടാകാനുള്ള കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് ആണ് ആസിട്രോം കഴിക്കുന്നത്. അപ്പോൾ ആസിട്രോം എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ആ ഗുളിക തന്നെ ഗർഭസ്ഥ ശിശുവിന് പലതരത്തിലുള്ള വൈകല്യങ്ങളും ഉണ്ടാക്കുവാനുള്ള സാധ്യതയുള്ളൊരു ഗുളികയാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഗർഭധാരണവും അതേ തുടർന്നുള്ള പ്രസവവും തികച്ചും അസാധ്യമാണെന്നല്ല, വളരെയധികം ഡോക്ടറും രോഗിയും കഷ്ടപ്പെടണമെന്നർത്ഥം. എന്ന് വെച്ചാൽ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ഈ ആസിട്രോം മാറ്റിക്കൊണ്ട് മറ്റ് ഹെപ്പറിൻ തരത്തിലുള്ള ഇഞ്ചക്ഷനുകളിലേക്ക് പോവുകയും സമുചിതമായ രക്തം നേർപ്പിക്കുന്ന ആ അളവിലേക്ക് കൊണ്ടുവരികയും, അതായത് ഹൃദയവാൽവിന് മറ്റ് രക്തക്കട്ടകൾ ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിലുള്ള അളവിലേക്ക് ഹെപ്പറിൻ തുടങ്ങിയ ഔഷധങ്ങൾ കുത്തിവെപ്പിച്ചു കൃത്യ കാലയളവിലും കൃത്യ അളവിലും കുത്തിവെച്ചുകൊണ്ട് ആ രക്തം നേർപ്പിച്ച് ആസിട്രോം മാറ്റി ഗർഭാവസ്ഥ തുടർന്നുകൊണ്ട് പോകാം. തീർച്ചയായിട്ടും താങ്കൾക്കൊരു പ്രഷ്യസ് ബേബീനെ ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ തീർച്ചയായിട്ടും അത് രോഗിയുടെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അങ്ങേയറ്റം ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ചികിത്സാ രീതിയും ഒരു ശുശ്രൂഷയും പരിചരണവുമാണെന്ന് ഓർക്കണം. കാര്യം നാം ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിമിസ്റ്റർ, ആദ്യത്തെ 3 മാസം പിന്നീടൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആസിട്രോം എന്ന ഗുളികയ്ക്ക് തീർച്ചയായിട്ടും പണ്ട് ആസിട്രോം ഇങ്ങനെ വാർഫറിൻ ആ ഗ്രൂപ്പിലുള്ള കഴിക്കുന്ന രോഗികൾക്ക് തീർച്ചയായിട്ടും ഗർഭധാരണം അസാധ്യമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന കാലയളവിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും കൃത്യമായ പരിചരണം കൊണ്ടും ഔഷധ സേവ കൊണ്ടും രോഗിയുടെ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ മാറ്റി മറ്റ് ഗർഭസ്ഥ ശിശുവിന് അപകടം വരാത്ത, അതായത് ടെറാറ്റോജനിക് ആകാത്ത, അതായത് ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യങ്ങളോ മറ്റു വൈകല്യങ്ങളോ ഉണ്ടാകാത്ത രീതിയിലുള്ള ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് നിരന്തരമായിട്ട് രോഗിയെ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചുകൊണ്ടും എത്ര ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടും ഗർഭം പുരോഗമിപ്പിച്ച് വലിയ കുഴപ്പം കൂടാതെ പ്രസവം നടത്തത്തക്ക സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിന് തീരെ വളരെയധികം നമ്മൾ ഡോക്ടറും രോഗിയും കഷ്ടപ്പെടുന്നത് മാത്രം, അസാധ്യമാണെന്ന് പറയുന്നില്ല. കാര്യം നേരെ മറിച്ച് ഈ വാൽവുകളിൽ 2 തരമുണ്ടെന്ന് പറയണം. ഒന്ന് താങ്കൾ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ വാൽവ്, 2 ഈ ആസിട്രോമിൻ്റെ ഉപയോഗം വേണ്ടാത്ത ടിഷ്യൂ വാൽവുകളുണ്ട്, ബയോളജിക്കൽ വാൽവുകൾ. അത് പലപ്പോഴും നമ്മൾ മെറ്റൽ അല്ലാത്തത് കൊണ്ട് അതിന് രക്തം നേർപ്പിക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിന് ഒരുങ്ങുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് സാധാരണ നാം കുട്ടികൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ പലപ്പോഴും നിഷ്കർഷിക്കുന്നത് ഇത്തരം ടിഷ്യൂ വാൽവുകൾ വെക്കാനാണ്. പക്ഷേ ടിഷ്യൂ വാൽവ് മെക്കാനിക്കൽ വാൽവായിട്ടുള്ള പ്രശ്നം, ടിഷ്യൂ വാൽവിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 10-12 വർഷമാണ്. അത് കഴിഞ്ഞാൽ അത് അഴുകിപ്പോവുകയാണ്. നേരെ മറിച്ച് മെക്കാനിക്കൽ വാൽവ് ഏതാണ്ട് ആജീവനാന്ത കാലമാണ്. കാരണം അതൊരു മെറ്റാലിക് ടൈപ്പുള്ള വാൽവ് ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്തും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. പക്ഷേ പ്രശ്നം അത് രക്തം നേർപ്പിക്കുന്ന ഗുളികകൾ കഴിക്കണം. ആ ഗുളികകളുടെ പ്രവർത്തനം രക്തത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് അളക്കുന്ന പരിശോധനകൾ കാലോചിതമായിട്ട് സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് ചെയ്യണം. അതൊരു പ്രത്യേക അളവിൽ നിൽക്കണം. ഇതൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ ഡോക്ടർ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാനിപ്പോ ഇത് പ്രസവം കഴിഞ്ഞൊരു സ്ത്രീയാണ്. ഓക്കെ. അപ്പം പക്ഷെങ്കിൽ ബേബിയെ കിട്ടിയില്ല. ഓക്കെ. അത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയില്ല. കുഞ്ഞിന് പക്ഷേങ്കിൽ ബ്ലോക്ക് ആയിട്ടാണ്. എനിക്ക് കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കുറച്ച് ബ്ലോക്ക് ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത്. എന്ത് ബ്ലോക്ക്? കുഞ്ഞിന് ഇങ്ങനെ ഹാർട്ടില് ബ്ലോക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോ സർ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടായിരിക്കുമോ അങ്ങനെയുള്ളത്? അല്ല, താങ്കളെ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റും ഒപ്പം ഹൃദ്രോഗ വിദഗ്ധനും ഒക്കെ പരിശോധിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹൃദ്രോഗ വിദഗ്ധൻ പരിശോധിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഹൃദയത്തിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ സ്കാൻ ചെയ്തതിലൊന്നും ഒരു കുഴപ്പവും പറഞ്ഞില്ല. അതായത് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് വളരെ എളുപ്പകരമായിട്ട് ചെയ്യാവുന്നതാണ്. അതിന് ഈ എക്സ്റേ പോലുള്ള റേഡിയേഷൻ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ എളുപ്പത്തിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് വളരെ വിശദമായിട്ട് ചെയ്ത് ഹൃദയത്തിൻ്റെ ഘടനാപരമായ വൈകല്യങ്ങളെപ്പറ്റിയും രക്തത്തിൻ്റെ ഒഴുക്കിലെ പാളിച്ചകളെ പറ്റിയും ഒക്കെ വിശദമായിട്ട് അടിസ്ഥാനപരമായിട്ട് വിവരം ലഭിക്കുന്ന ഒരു പരിശോധനയാണ് ഇത്. തീർച്ചയായിട്ടും ഈ വക സാഹചര്യങ്ങൾ ചെയ്തിരിക്കേണ്ടത് അത് ഡോക്ടർ ചെയ്തിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം താങ്കൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റ് കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ നാം ഓർക്കണം, ഒരു കുട്ടിയെ നമുക്ക് നഷ്ടമാകുന്നത് എപ്പോഴും ഹൃദ്രോഗം കൊണ്ടാകണമെന്നില്ല. നമ്മൾ ഇന്നത്തെ വിഷയം ഹൃദ്രോഗമുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുക. കാര്യം നാം ഓർക്കണം, പലപ്പോഴും എൻ്റെ അടുക്ക വരുന്ന നിസ്സാരമായ ഒരു നെഞ്ചിടിപ്പിന് വേണ്ടി ഒരു വാൽവിൻ്റെ വളവ് ഉള്ള ഒരു, അതായത് ഞങ്ങൾ മൈട്രൽ വാൽവ് പ്രൊലാപ്സ് എന്നൊക്കെ പറയും, പലപ്പോഴും അത് അസഹ്യമായ നെഞ്ചിടിപ്പ് ഉണ്ടാകാറുണ്ട്. പക്ഷേ മറ്റ് ഹീമോഡൈനമിക്കായിട്ട് മറ്റ് രക്തസഞ്ചാര സംബന്ധമായ പ്രശ്നങ്ങൾ യാതൊരു വിധത്തിലും ഉണ്ടാകുന്നില്ല. രോഗിയുടെ ജീവസന്ധാരണത്തിന് അനിവാര്യമായ രക്തസഞ്ചാരമൊക്കെ വളരെ സാധാരണ രീതിയിൽ പോകുന്നതുകൊണ്ട് പലപ്പോഴും ഈ മൈട്രൽ വാൽവ് പ്രൊലാപ്സ് ഞങ്ങൾ ചികിത്സിക്കുക തന്നെ ഇല്ലെന്ന് ഓർക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. പക്ഷേ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ പോയ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് വിവാഹാലോചനകൾ വരുമ്പോഴൊക്കെ പലപ്പോഴും ഇതൊക്കെ മുടങ്ങിപ്പോകാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാനൊക്കെ ചിലപ്പോഴും ഇടപെടാറുണ്ട്. കാരണം ഈ കാര്യങ്ങൾ വിശദമാക്കാറുണ്ട്. നാം ഓർക്കണം, നമ്മുടെ സമൂഹത്തിലെ പല ദുരൂഹതകളും ദുർഗ്രഹമായ കാര്യങ്ങളും അജ്ഞതകളും ഒക്കെ മാറ്റിക്കൊടുക്കുക എന്നുള്ളതും ഡോക്ടർമാരുടെ ചുമതല കൂടിയാണ്. അപ്പോൾ ഇത് ഒരു ഡോക്ടറെ കണ്ടു എന്ന രീതിയിൽ, ഒരു ഹാർട്ട് ഡോക്ടറെ കണ്ട് എന്ന ഒരു അതിൻ്റെ മാത്രം വെളിച്ചത്തിൽ അതിന് വിവാഹം മുടങ്ങിപ്പോയ പല സാഹചര്യങ്ങളും എൻ്റെ രോഗികളുടേതായിട്ട് എനിക്കറിയാം. അവിടെയൊക്കെ നാം ഓർക്കണം, പലപ്പോഴും ഹൃദ്രോഗം എന്നുള്ളത് അതിന് ചില തരത്തിലുള്ള അപകടം ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ ഒഴിച്ചാൽ നല്ലൊരു ശതമാനം ഹൃദ്രോഗാവസ്ഥകളും സമുചിതമായ ചികിത്സ നടത്തിക്കൊണ്ട് ഗർഭധാരണവും പ്രസവവും അനായാസം നടത്താമെന്ന് നാം ഓർക്കണം. പക്ഷേ തീർച്ചയായിട്ടും ചില ഹൃദ്രോഗങ്ങൾ, അതേപ്പറ്റി നാം ഇനി ചോദ്യങ്ങളിലൂടെ വിശദീകരിച്ച് വരികയാണ്. ചില ഹൃദ്രോഗങ്ങൾ ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ ഞങ്ങൾ പല സാഹചര്യങ്ങളിലും വിവാഹ ജീവിതം അല്ലെങ്കിൽ ഗർഭധാരണവും പ്രസവവും ഒക്കെ ഞങ്ങൾ വേണ്ടെന്ന് പറയാറുണ്ട്. കാര്യം ഇത് പലപ്പോഴും അമ്മയുടെ മാതാവിൻ്റെ ആരോഗ്യത്തിന് അങ്ങേയറ്റം ഭീഷണമായിട്ട് വരുന്നത് കൊണ്ട്. അല്ലാതെ സാധാരണ പ്രശ്നങ്ങൾ താങ്കളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത് മറ്റെന്തെങ്കിലും ഹൃദയേതര പ്രശ്നമായിരിക്കാം. താങ്കൾക്ക് ഹൃദയത്തിന് പ്രശ്നമില്ലെങ്കിൽ കുട്ടിയുമായിട്ട് മറ്റ് പ്രസവ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം കുട്ടിയെ നഷ്ടപ്പെട്ടത്. ഓക്കെ ഡോക്ടർ, നമുക്കിനി ഒരു ചെറിയ ഇടവേളയ്ക്ക് സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മായി ഡോക്ടർ തുടരും.
ഡോക്ടർ തുടരുന്നു. ഈ അമ്മയെ കാര്യമായി ബാധിക്കുന്ന തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് ഗർഭധാരണത്തിന് തടസ്സമായിട്ട് നാം ഓർക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു നല്ലൊരു ശതമാനം ഹൃദ്രോഗങ്ങളും അതായത് അത്ര ഗുരുതരമല്ലാത്തവയും ഒരു ഗർഭധാരണവും പ്രസവത്തിനും വിഘാതമായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഹൃദ്രോഗ വിദഗ്ധൻ്റെ